മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണിയുടെ കേസ് പുറത്തറിഞ്ഞതേ തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം കള്ളപ്പണ കേസിൽ ഉണ്ണിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള ആ ഒരു ന്യൂസ് പബ്ലിഷ് ആയതിനു ശേഷം നമ്മുടെ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കും ബാങ്കുകൾക്കും എല്ലാം ആകെ തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നുണ്ട്. കാരണം ജനങ്ങൾ ഈ ന്യൂസ് അറിഞ്ഞതിനെ തുടർന്ന് അവരുടെ പണമെല്ലാം വിഡ്രോ ചെയ്യുന്ന അവസ്ഥയിലേക്കും മുൻകൂട്ടി ധാരണയിലെത്തിയിട്ടുള്ള പല പ്രോജക്റ്റുകളിൽ നിന്നും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നു. അതോടെ നമ്മുടെ കമലേശ്വരം ഗ്രൂപ്പിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കാൻ കാരണമാകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കരുണയ്ക്കും ഉണ്ണിക്കും ആകെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം നമ്മുടെ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനി തന്നെ തുടർന്ന് നശിക്കാൻ തുടങ്ങിയെന്നുള്ള സന്തോഷ വാർത്ത അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞു മാറിയുന്നുണ്ട്. കാരണം ഏതൊരു കഥയിലാണെങ്കിലും ദുഷ്ടരെ പന പോലെ വളർത്തിയതിന് ശേഷം മാത്രമല്ലേ ഒരു വിജയം കാണിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. എന്നാൽ നമ്മുടെ ഉണ്ണിയെ വീട്ടിൽ നിന്നും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും എല്ലാം മാറ്റിയിട്ട് ഉണ്ണിയുടെ സ്ഥാനത്തേക്ക് നമ്മുടെ അനന്തുവിനെ കണ്ണൻ നിയമിക്കുന്ന ആ ഒരു പുതിയ സാഹചര്യവും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതോടെ നമ്മുടെ ഉണ്ണിയുടെ അവസ്ഥയും പരിതാപകരമാകുന്നുണ്ട്. കാരണം ഉണ്ണിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ശമ്പളമുള്ള ഒരു ജോലിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ആ ജോലിയിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം പോകുമ്പോൾ ഉണ്ണിയുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ കരുണയുടെയൊക്കെ കൃപ കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുമായിരിക്കും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയായി തീരുമെന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.